റിസീവ് ചെയ്യുക ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഈ ഭാഗത്ത് കളിക്കുന്നവർ ഇങ്ങോട്ടാണ് കളിക്കണമെന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നു, ഡ്രിബിൾ ചെയ്യുക, ഗെയിം പാസ് കണ്ടു. ഓക്കെ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ആ ബോൾ ആസിഫിന് കൊടുക്കും. ആ ബോൾ ആസിഫ് തന്നു. ആ ബോൾ തന്നു, റിസീവ് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുക, അങ്ങോട്ട് തന്നെ പാസ് കൊടുക്കുക. അങ്ങോട്ട് പാസ് കൊടുക്കും, അങ്ങനെ ടേൺ ചെയ്യും. ഇതന്നെ ചുക്കായി ടേൺ ചെയ്യുക, പെട്ടെന്ന് പാസ്. ഓക്കെ, റെഡി. ഗുഡ് വൺ. അതന്നെ കേട്ടോ, പാസ് ചെയ്യാൻ തന്നെ പെട്ടെന്ന് ടേൺ ചെയ്യാം. ഹലോ, ഇത് നോക്ക്. ഒരു ടേൺ ചെയ്യുമ്പോഴേ ഒരു ടേൺ ചെയ്യുമ്പോൾ എല്ലാ ടേണും നോക്കുക. ഒന്നെ മാത്രം. ഇപ്പോൾ ഇതന്നെ ചെയ്യുകയാണെങ്കിൽ ഇതന്നെ മാത്രം ചെയ്യരുത്. അടുത്തത് ഇങ്ങനെ ചെയ്യുക, എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി. കുറച്ച് മുന്നിട്ട് പോരാ, ചുക്കായിട്ട് പോരാ, പെട്ടെന്ന് പോരണ ചുക്കാവണം. ആ, ഗുഡ് വൺ. എടുക്കുന്ന ടച്ച് ഫ്രണ്ടിക്ക് പോട്ടെ, എടുക്കുന്ന ടച്ച്. ആ, ഗുഡ്. അങ്ങോട്ടല്ല അങ്ങോട്ട്. ഇങ്ങനെ ടച്ച് ചെയ്ത് ഈ സാധനം ഇവിടെ കിടക്കുള്ളൂ. ഈ ബോൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യണം. എങ്ങനെ റിസീവ് ചെയ്യണം? ഇങ്ങനെ ടേൺ ചെയ്യണം. ഒറ്റ ടച്ച് മതി. കാരണം ഈ തുമ്പത്ത് കൊണ്ടാൽ മതി, ബോൾ പൊന്തരുത്. നമുക്ക് പിന്നെ ബോൾ എടുത്ത് കളിക്കാൻ പറ്റണം. റെഡി, റെഡിക്കോ. ഗുഡ് വൺ. ഗുഡ്. അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ. ബോൾ എടുത്ത് പിന്നെ കളിക്കാൻ പറ്റണം. അതാണ് അവസ്ഥ. അതെ, ഇതെന്ത് ട്രെയിനിങ് പറയാം. നോക്ക്. റെഡി. ജോഗി, പതുക്കെ ജോഗി, തട്ടി ജോഗി, തട്ടി അതിനുള്ളിൽ മൂവ് ചെയ്യണം. ഓരോരുത്തർക്ക് തന്നെ മൂവ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ റൗണ്ടായി മൂവ് ചെയ്താൽ തല കറങ്ങൂട്ടോ. എല്ലാ പൊസിഷനും ചേഞ്ച് ചെയ്യാം. പോവാ. 2 minutes, 2 minutes കണ്ടിന്യൂസ് ആണ്. പുറത്ത് വരുത്, ഗ്രിഡിന്റെ പുറത്ത് വരുത്. വിടുവാൻ ബോൾ എടുക്കണം. ഒന്ന് ഉഷാറായി ചെയ്യ. എന്ത് ഈ ആവതില്ലാത്ത പോലെ ചെയ്യണ്? ഒന്ന് ഉഷാറായി ചെയ്യണ്.
മൂവിയാണോ എന്ത് നിൽക്കണ്? പുറത്തു പോരുത് ബോള്. ഒന്ന് നിൽക്കരുത്, ഉഷാറായി നിൽക്കുക. ഇനി ഇതിന്റെ പ്രോഗ്രഷൻ ഡിഫൻഡർ വരുന്നു. അതെങ്ങനെ ഡിഫൻഡർ പറ്റി? അത്ര വലുതാക്കിയാൽ മതി, എത്ര മതി, അത് മതി മതി. എടേ 2 സ്റ്റെപ്പ് ഇറക്കി വെച്ചാൽ മതിട്ടോ, കൂടുതൽ ഇറക്കിയൊക്കെ എടുത്താൽ. ഓ അങ്ങോട്ട് അതിപ്പോ എന്തത്? ഇത് ക്രിക്കറ്റ് ഫീൽഡ് പോലെയാലോ. ആടെ മതി, ആടെ മതി. കുറച്ചുകൂടി കൂടെ കുറച്ചുകൂടി. ഒരു സൈഡിൽ മാത്രം ഇറക്കിയാൽ മതി. ഞാൻ ഇറക്കി വെച്ചാ ഇവിടെ കുറച്ചുകൂടി അങ്ങോട്ട് ഇറക്കി മതി മതി മതി. 3 vs 1. ഒരു ഡിഫൻഡർ, ഒരു ടീം പൊട്ടിയിട്ട് ഹലോ ഓരോ ഡിഫൻഡേഴ്സ് ഓരോന്നിന് പോവാ. അത്ര മതി, അത്ര മതി. ഇനി ചെറുതാക്കണം. ഇനി ചെറുതാക്കി നിങ്ങൾക്ക് കളിക്കാൻ കിട്ടും, ഏരിയ ഉണ്ടാവില്ല. ടച്ചോ 3 ടച്ചോ മാക്സിമം 3 ടച്ച്. ഹലോ ഡിഫൻഡേഴ്സ് 2 ആൾ കേട്ടോ. ഈ വിൻ ചെയ്യണം ബോൾ. സോറി 2 മിനിറ്റ്. ഒരു ഡിഫൻഡർ 2 മിനിറ്റ്. ആഫ്റ്റർ വിസിൽ ഡിഫൻഡർ ചേഞ്ച് ചെയ്യുക, അടുത്ത ആൾ ഡിഫൻഡർ ആവുക. ഓക്കെ 2 മിനിറ്റ് കണ്ടിന്യൂസ് 2 മിനിറ്റ് ഒരാൾ തന്നെ. അതൊരു വിസിൽ അടിച്ചാൽ അടുത്ത 2 മിനിറ്റ് അടുത്ത ആള്. ഇവരെന്താ ആളധികം ഉണ്ടോ? ആരൊക്കെ പുറത്തുള്ള ആൾക്കാർ? വിബിയും ഇയാൾക്ക് പുറത്താ. 2 ആൾ വിളിച്ച. ഹലോ ഗോൾ കീപ്പേഴ്സ് തമിയ. തലവേദന ഉള്ള ആൾക്കാർ ഇല്ലാത്തവര്, തലവേദന ഉള്ള ആൾക്കാർ വേണ്ട വേണ്ട ഒരു ഗ്രിഡ് എടുത്തോ, 4 സൈഡ് എടുത്തിട്ട് പോയോ. ഈ 2 ആൾക്കാർ അധികമുള്ള ആൾക്കാരെ അവരെടുത്ത് പോ. അത് അവിടെ സൈഡ് ഇതിലിറങ്ങി ഇപ്പൊ കട്ട് ചെയ്തോ വീഡിയോ. പിന്നെ ഡിഫൻഡേഴ്സ് വിൻ ചെയ്യണ ആൾക്കാർ, ഡിഫൻഡേഴ്സിനോട് ഞാൻ പറയണേ, വിൻ ചെയ്യണ ബോൾ എന്നാ എത്ര ബോൾ കാലുമ തട്ടി ആ ബോളൊക്കെ ഉണ്ട് 1 2 3 പറഞ്ഞിട്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾ തട്ടിയ ആൾക്ക് ഒരു ലഡു. അപ്പൊ ഒന്ന് 3ാമത്തെ ലഡു വിൻ ചെയ്യും. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിക്കോട്ടെ അല്ലേ. റെഡി. പിന്നെ ഇതിന്റെ പുറത്ത് പോരുത് കളി, ഗ്രിഡിന്റെ പുറത്ത് കളി പോരുത്. മിസ്പാസ് പോയി നിങ്ങൾക്ക് പോയിന്റ്. ഓക്കെ റെഡി 2 minutes. റെഡി good one. Why good one. Why ബോൾ നോക്ക്. ഒരു ഡിഫൻഡർ പറഞ്ഞ ബോൾ നോക്കിയിട്ട് വാച്ച് ചെയ്യണം. കിട്ടി. good one. ഒരു ഏരിയയിൽ കിട്ടും. അങ്ങോട്ട് കിട്ടോ അവിടെ കിട്ടും. അങ്ങോട്ട് കിട്ടും. ഗുഡ് വൺ. ബോളുമ്പോ മാത്രം ഫോക്കസ് ചെയ്ത് സാധനം കിട്ടും. റെഡി കളിക്കണം പെട്ടെന്നാവട്ടെ കളിക്ക്. ബോൾ നോക്ക് ബോൾ വാച്ച്.
ഗുഡ് സപ്പോർട്ട്. വാ എങ്ങോട്ട് വാ. എന്നെ സപ്പോർട്ടിങ്. ഗുഡ് വൺ. ഇതന്നെ. ഗുഡ്. ബോൾ പോയി. ലാസ്റ്റ് 30 seconds ഓൺലി. അതൊന്ന് പിടിക്കണം പോളെ. ഇങ്ങോട്ട് പോ. ഒരു മിനിറ്റ്. അവിടെ ബോൾ എടുത്താ. അങ്ങനെ ബോൾ കൊടുക്ക്. അഫ്സലിനെ ബോൾ കൊടുക്ക്. ഇപ്പൊ ഈ ബോൾ കിട്ടാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ അങ്ങോട്ട് ചെല്ലണം. ആ ബോൾ കൊടുക്ക്. ഇവിടെ ബോൾ കിട്ടി. അഫ്സലിന്റെ ബോൾ. അഫ്സലിന്റെ ബോൾ കിട്ടി. അജ്മൽ പി ടി അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടേക്ക് ചെല്ലണം. അപ്പൊ ഏരിയ വരുള്ളൂ. പൊസിഷൻ ഉണ്ടാക്കലാണ് ഏറ്റവും പ്രശ്നം. ഇപ്പൊ അവനാ പാസ് കൊടുക്കണേക്കാൾ ബുദ്ധിമുട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനാ. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനാ. ഈ അവിടെ നിന്നിട്ട് ഇങ്ങനെ വേറെ എന്തെങ്കിലും ചിന്തിച്ചുന്ന പൊസിഷൻ കാണൂല. ഈ മനസ്സിലാക്കണം ബോൾ ഇങ്ങോട്ട് വരും. അവന് ബോൾ ഇവിടെയാണ് മറ്റേ കൊടുക്കാൻ സ്പേസ് ഉള്ളത്. അപ്പം ഇങ്ങോട്ട് വന്ന് ബോൾ വാങ്ങണം. നമ്മളാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അവിടുന്ന് അഫ്സലിന് പാസ് തരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നിൽക്കാനാ ബുദ്ധിമുട്ട്. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. എവിടെയാണ് സ്പേസ് ഉള്ളത്. ഈ പ്ലെയർ ഇവിടെ അടച്ചപ്പോൾ എവിടെ പോകണം? അപ്പോൾ അവിടെ പോയി നിൽക്കുക, ബോൾ വാങ്ങുക, പിന്നെ കളിക്കുക. ഓക്കെ.